കഴിഞ്ഞ കുറേ ദിവസമായി വെള്ളക്കെട്ടിൽ കഴിയുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മഴക്കാലത്ത് ദുരിത ജീവിതമാണ് പത്തനംതിട്ട പുല്ലാട് ഇരപ്പൻതോട് നിവാസികൾക്ക്. കനാലിന് കുറുകെ നിർമ്മിച്ച കലുങ്കിന്റെ അശാസ്ത്രീയത കാരണം 25ഓളം കുടുംബങ്ങളാണ് ദിവസങ്ങളായി ബുദ്ധിമുട്ടിൽ കഴിയുന്നത്. ജില്ലാ കലക്ടർ സ്ഥലം സന്ദർശിച്ച് മടങ്ങിയെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. മൺസൂൺ ആരംഭിച്ചതു മുതലുള്ള കഷ്ടപ്പാടാണ് ഇരപ്പൻതോട് കണ്ടത്തിൽ ഭാഗത്തുള്ള ഈ കുടുംബങ്ങൾക്ക്. ജില്ലയിൽ മഴ കുറഞ്ഞിട്ടും പ്രദേശത്ത് നിന്ന് വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല. പതിമൂന്ന് ദിവസം കൊണ്ട് മാറുന്നില്ല. ഒരിക്കലും ഇങ്ങനെ കിടന്നിട്ടില്ല. വെള്ളം കുറേ മാറുമായിരുന്നു. ഇപ്പോൾ ഈ തോടടഞ്ഞതിന് ശേഷം ഒട്ടുമേ മാറിയിട്ടില്ല. വെളിയിലിറങ്ങാനും നിവൃത്തിയില്ല, പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ല. 37 കൊല്ലമായി ഇവിടെ കണ്ടത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ തന്നെ കിടക്കുക. ഈ 13-10 ദിവസം ഒന്നുമില്ല. വെള്ളം വരുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കനാലിനെയും തോടിനെയും വേർതിരിച്ച് മൈനർ ഇറിഗേഷൻ വിഭാഗം പടുത്ത കലുങ്കാണ് പ്രതിസന്ധിക്ക് കാരണം. നിർമ്മാണം അശാസ്ത്രീയമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞാനിവിടെ വന്നിട്ട് 37-38 വർഷത്തോളമാണ്. അന്ന് തൊട്ടുള്ളതാ. പക്ഷേ ഈ പ്രാവശ്യത്തെ പോലെ ഒരു പ്രാവശ്യവും സംഭവിച്ചിട്ടില്ല. ജനിച്ചപ്പോൾ തൊട്ട് പാർട്ടിക്കാരനാണ് ഞാനും എൻ്റെ കുടുംബം. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഞങ്ങളോടാണ് ഇത് കാണിക്കുന്നത്. വെള്ളത്തിൽ കുതിർന്ന വീടുകൾ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. കൃഷിനാശം വേറെയും. അവർ പറയുന്നത് തോട് പണിയാൻ ഒത്തിരി കാശാകും, അതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. 37 കൊല്ലം കൊണ്ട് ഈ വെള്ളത്തിൽ തന്നെ ഈ തോടിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങളുടെ വീടെല്ലാം നിങ്ങളുടെ ഒന്ന് കണ്ടതില്ലയോ? വലിയ ബുദ്ധിമുട്ടാണ്. സ്ഥലം MLA കൂടിയായ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പലതവണ പരാതി നൽകി മടുത്തു. കഴിഞ്ഞ ദിവസമാണ് ജില്ലാ കളക്ടർ ഈ മനുഷ്യരുടെ ദുരവസ്ഥ കണ്ടു മടങ്ങിയത്. പക്ഷേ ഫലമുണ്ടായില്ല. ഏകദേശം 25 വീടുകളുണ്ട്. ഇന്നലെ ഇവിടെ താമസിച്ച ഒരു 10-15 വീടുകൾ ഇന്നലെ ഫുള്ള് വെള്ളമായിരുന്നു. നമുക്കിതൊക്കെ വല്ലാത്തൊരവസ്ഥ. ഇതിന് അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെ ഇതുങ്ങൾ പറയുന്നത് അവരിവിടെ കിടന്ന് തന്നെ മരിക്കുമെന്നാണ് പറയുന്നത്. പല രോഗങ്ങളിപ്പം പെരുകും. കാരണം ടോയ്ലറ്റൊക്കെ നിറഞ്ഞ ഒരവസ്ഥയിലാണ്. ഓരോ വർഷവും ഇത് നമ്മൾ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് കളക്ടർ മീറ്റിംഗ് ഒക്കെ വെച്ചത്. വാഴയുൾപ്പെടെ ഏക്കർ കണക്കിന് കൃഷി വെള്ളത്തിലാണ്. ഒപ്പം 100 കണക്കിന് മനുഷ്യരുടെ ജീവിതവും. വാഗ്ദാനങ്ങൾക്കപ്പുറം ഈ മനുഷ്യർക്ക് വേണ്ടത് ഒരു പ്രശ്നപരിഹാരമാണ്. അത് അടിയന്തരമായി ഉണ്ടാവുക തന്നെ വേണം. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ.